ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ. ഒരുമനയൂർ പഞ്ചായത്തിൽ നാട്ടുകാർക്ക് കെണിയായി അപകടക്കുഴി. ഒരുമനയൂർ പഞ്ചായത്ത് 12-ാം വാർഡ് ഇല്ലത്തുപള്ളിക്ക് പുറകുവശത്തുള്ള പഞ്ചായത്ത് റോഡിലാണ് വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. ഇവിടെ അപകടങ്ങൾ പതിവായതോടെ കുഴി അടയ്ക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി. ദിനംപ്രതി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. വെള്ളം നിറഞ്ഞാൽ കുഴി തിരിച്ചറിയാനാകാത്തത് മൂലം നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് കുഴിയിൽ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. കൂടാതെ ഇതിനു സമീപം കുളവുമുള്ളതിനാൽ ഏറെ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഒരുമനയൂർ പഞ്ചായത്തിലെ 2 വാർഡുകളിലൂടെയാണ് ഈ റോഡ് കടന്നുപോകുന്നത്. നാട്ടുകാർ വിവരം അറിയിച്ചതോടെ ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്ത് സന്ദർശനം നടത്തിയെങ്കിലും ഒരാഴ്ചയായിട്ടും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസിയായ സമിത രാജു പറഞ്ഞു. നമ്മുടെ ഈ കാണുന്ന റോഡില് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നാളുകളായിട്ട് വലിയൊരു കുഴിയാണ് രൂപപ്പെട്ടു വന്നേക്കുന്നത്. ഇത് ഇതിപ്പോൾ 2 വാർഡാണ്. 2 വാർഡിലെ മെമ്പർമാരെ അറിയിച്ചിട്ടുണ്ട്. ഒരു വാർഡിലത്തെ മെമ്പർ വന്ന് നോക്കിപ്പോയി. അപ്പുറത്തെ വാർഡിലെ മെമ്പർ ഇവിടെ സ്ഥലത്തില്ല. എല്ലാവരും അറിയിച്ചിട്ട് അവർ പഞ്ചായത്തിലെ സെക്രട്ടറിയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എന്നിട്ടൊരു ദിവസം AO 2 മേഡായിട്ട് വന്നായിരുന്നു. പഞ്ചായത്തിലെ 2-3 ഉദ്യോഗസ്ഥർ ഇവിടെ വന്നു നോക്കി പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോൾ ഈ 1-2 ദിവസം വെയിലുള്ള കാരണം കുറച്ച് വെള്ളം അതിൽ വറ്റിയെന്നല്ലേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും അതിൽ വെള്ളം കെട്ടി നിൽക്കുക തന്നെയാണ്. ആൾക്കാർ ഞങ്ങളുടെ മുന്നിൽ തന്നെ കുറേ പേര് ആ വെള്ളത്തിൽ വീണു. കുട്ടികളൊക്കെ ആയിട്ട് ബൈക്കിൽ വരുമ്പോഴാണ് ആ വെള്ളത്തിലേക്ക് വീഴുന്നത്. ഇവിടെ അടുത്തൊരു മാവേലി സ്റ്റോറുണ്ട്. അവിടെ വർക്ക് ചെയ്യണ കാരണം ഇവിടുത്തെ വെള്ളം കേട്ട് ഓടി വരുമ്പോൾ ഇവരൊക്കെ ആകെ വെള്ളത്തിൽ വീണിട്ട് വണ്ടി പൊക്കണ രംഗങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് എന്തായാലും പഞ്ചായത്തും അതിൻ്റെ അധികൃതരും ഇതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളണം എന്നാണ് ഞങ്ങൾക്ക് ഒരു നാട്ടുകാർ എന്നുള്ള ഒരു നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. 2 വാർഡുകളിലെയും മെമ്പർമാരെ നാട്ടുകാർ വിവരം അറിയിച്ചു. ഒരു മെമ്പർ സ്ഥലം സന്ദർശിച്ചു. മറ്റൊരു മെമ്പർ വിദേശത്താണ്. വൈസ് പ്രസിഡന്റ് കൂടിയായ മെമ്പർ KV കബീറാണ് വിദേശത്തുള്ളത്. നാട്ടുകാരുടെ പരാതി ലഭിച്ചതോടെ വിവരം പലതവണ അസിസ്റ്റന്റ് സെക്രട്ടറിയെയും അസിസ്റ്റന്റ് എഞ്ചിനീയറെയും ഫോണിൽ അറിയിച്ചിരുന്നതായി വിദേശത്തുള്ള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV കബീർ പറഞ്ഞു. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു നമ്മുടെ ഈ പഞ്ചായത്ത് റോഡിൽ കുഴി പ്രത്യക്ഷപ്പെട്ടിട്ട്. നമ്മുടെ പഞ്ചായത്തിൽ സെക്രട്ടറി ലീവിലായതുകൊണ്ട് അസിസ്റ്റൻ്റായിട്ട് ASനെ നിയമിച്ചിട്ടുണ്ട്. എന്നാൽ പല വഴിയാത്രക്കാരും സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ള ആളുകൾ ഇത്രയും ആഴം കൂടിയ കുഴി, വെള്ളക്കെട്ടിനകത്ത് ഇത്രയും ആഴം കൂടിയ കുഴി ആരും അറിയുന്നില്ല. ഈ കുഴിയിൽ വന്ന് വീണിട്ട് പല ആളുകൾക്കും അപകടം പറ്റിയിട്ടുണ്ട്. 4ഓളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം വിദേശത്തേക്കൊന്ന് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാനിവിടെ ഇരുന്നിട്ടാണ് പലതവണ, ഒരു തവണ അല്ല 3-4 തവണ ഇവരെ ഇവിടുന്ന് ഫോൺ ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ കുഴിയെ കുറിച്ചിട്ട്. അങ്ങനെ വന്ന് നോക്കിപ്പോയി. പിന്നീട് അതിൻ്റെ ഒരു വിവരം ഇല്ലാതായി. നാട്ടുകാരൊക്കെ എന്നെ വിളിക്കൽ തുടങ്ങിയപ്പോൾ വീണ്ടും ഞാൻ ASനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് നാട്ടിൽ പോയി എന്നാണ്. അപ്പോൾ അവർക്ക് എന്ത് ഉത്തരവാദിത്വം ഉള്ളത്? ഒരു മനുഷ്യൻ്റെ ജീവൻ അത്ര പുല്ല് വില കൽപ്പിച്ചിരിക്കുകയാണ്. ഈ മഴക്കാലത്ത് പല റോഡുകളും തകർന്നിട്ട് കുഴിയും ആളുകൾ ആക്സിഡൻറ്റിൽ കെട്ടിമറിഞ്ഞ് വീഴലും പല രീതിയിൽ നടക്കുമ്പോൾ ഈ ഒരു വൈസ് പ്രസിഡന്റ് എന്ന നിലക്ക് പലതവണ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പോലും അതിലൊരു ഇടപെടൽ ഇവർക്ക് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് ഇവർ ഉദ്യോഗസ്ഥന്മാരായിട്ട് അവിടെ ഇരിക്കേണ്ട ആവശ്യം? നിങ്ങൾ ലീവ് എടുത്ത് പോവേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർജൻറ്റ് പോകേണ്ടി വരും. അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ജനങ്ങളുടെ പരാതിക്കനുസരിച്ച് ഇടപെടൽ നടക്കണം. നിങ്ങൾക്ക് അഥവാ ഇവിടെ പണിയെടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോവുക. ഒരു പണിയെടുക്കാതെ കസാലയിൽ ഇരുന്ന് ഉറങ്ങാൻ ഒരുമനയൂർ പഞ്ചായത്തിൽ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഒരു വൈസ് പ്രസിഡന്റ് നിലക്ക് പലതവണ ഇത് വിളിച്ച് പറഞ്ഞിട്ട് പോലെ ചെയ്യാത്തതിൻ്റെ ഒരു വിഷമമാണ്, എൻ്റെ ഒരു പ്രതിഷേധമാണ് ഞാൻ അറിയുന്നത്. ഞാൻ നാട്ടിലില്ല. എന്തായാലും ഇതിന് ഉടൻ തന്നെ നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാവണം. കുറ്റകരമായ അനാസ്ഥയാണ് ഉദ്യോഗസ്ഥർ കൈക്കൊള്ളുന്നത്. ഉദ്യോഗസ്ഥരുടെ ഗുരുതര വീഴ്ചയാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അപകട ഭീഷണി ഉയർത്തുന്ന റോഡിലെ കുഴി നികത്താൻ ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് നടപടി കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ.